ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിനവേ നോമ്പിൻ്റെ 4-ാം ദിവസം നമുക്കൊരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോന 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് വീണ്ടെടുപ്പിൻ്റെ ആഘോഷമെന്ന വിഷയത്തിൽ നിന്ന് 2 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത, സ്വാർത്ഥനായ യോന. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും സ്വന്തം ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. നിനവേ ജനങ്ങളുടെ മാനസാന്തരത്തിനായി ദൈവം യോനയെ അയക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടിനോട് യോന മറുതലിപ്പ് കാണിക്കുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേടിന് യോനയ്ക്ക് ദൈവം ശിക്ഷ കൊടുത്തപ്പോൾ അനുതപിച്ച് ദൈവമുമ്പാകെ അനുസരണയുള്ളവനാകുന്നു. വിജാതിയരുടെ വീണ്ടെടുപ്പിനെ ആഗ്രഹിക്കാതെ അവർ നശിച്ചു പോകണമെന്നാണ് യോന ആഗ്രഹിച്ചത്. എന്നാൽ നിനവേ ജനങ്ങൾക്ക് അനർത്ഥം ചെയ്യാതെ അവരോട് ക്ഷമിച്ച ദൈവത്തോട് യോന കോപിക്കുന്നു. പ്രവാചകനായ യോനയ്ക്ക് ദൈവത്തെയും ദൈവിക പ്രവർത്തനങ്ങളെയും കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. കൃപയും കരുണയും മഹാദയയുമുള്ള ദൈവം ആരുടെ അനുതാപത്തിലും രക്ഷ പ്രദാനം ചെയ്യുന്നു. എങ്കിലും സ്വാർത്ഥനായ യോന നിനവേ ജനങ്ങളുടെ ഉന്മൂലനം കാണുവാൻ ആഗ്രഹിച്ചു. 3-ാമത്തെ വാക്യത്തിൽ, ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. മരണം ഇരുട്ടാണ്, അന്ധത നിറഞ്ഞ ഇരുട്ട്. യോനയിലെ ദൈവികമായ പ്രകാശത്തെ കെടുത്തിക്കളവാൻ യോന സ്വയം വെമ്പൽ കൊള്ളുന്നു. യോന നിനവേ നഗരത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നവരോട് ക്ഷമിക്കുക എന്നതാണ് ദൈവേഷ്ടം. നിനവേ ജനങ്ങൾ അനുതപിച്ചു. ദൈവം അവരുടെ അനുതാപത്തെ കണ്ടു, അവരോട് ക്ഷമിച്ചു. എന്നാൽ യോന അവരുടെ മേലുള്ള ദൈവിക ശിക്ഷകളെ കാണുവാൻ ആഗ്രഹിച്ചു. മനുഷ്യ മനസ്സിൽ സ്വാർത്ഥ ചിന്തകൾ പടർന്നു പിടിക്കുമ്പോൾ നഷ്ടമാകുന്നത് സ്വന്തം വ്യക്തിത്വമാണ്. പ്രവാചകൻ എന്ന സ്വത്വത്തെ വെടിഞ്ഞ് അസൂയാലുവായ യോനയിലേക്കുള്ള പരിവർത്തനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ദൈവഹിതത്തിന് എതിരെ പിറുപിറുക്കുന്നവരാകാതെ നിസ്വാർത്ഥരായി സഹചർക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. 2-ാമത്തെ ചിന്ത, നിസ്വാർത്ഥനായ ദൈവം. യോനയുടെ നിഷ്കാരുണ്യം നിറഞ്ഞ പ്രവൃത്തികൾക്ക് മറുപടിയായി ഒരു ചെടിയുടെ വളർച്ചയിലൂടെയും വാടിപ്പോകുന്നതിലൂടെയും ദൈവം പുതിയ കാഴ്ചപ്പാടുകളെ പഠിപ്പിക്കുന്നു. തനിക്ക് തണൽ നൽകിയ ചെടിയിൽ യോന അത്യന്തം സന്തോഷിച്ചു. കാരണം ചെടി വെയിലിൽ നിന്നുള്ള ചൂട് ഇല്ലാതെയാക്കി തണൽ നൽകിയതാണ്. എന്നാൽ ഒരു പുഴു ആ ചെടി ഇല്ലാതെയാക്കിയപ്പോൾ വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയും അവൻ ക്ഷീണിക്കുകയും ചെയ്തു. യോനയ്ക്ക് കടുത്ത നിരാശയും കോപവും ഉണ്ടാകുന്നു. താൻ വളർത്താത്ത ഒരു ചെടിയോട് യോന കാണിക്കുന്ന സഹതാപം ഇതേ വികാരം തന്നെയാണ് നിനവേ ജനങ്ങളോടും ദൈവത്തിനുള്ളതെന്ന് യഹോവയായ ദൈവം യോനയോട് പറയുന്നു. കൃപയും കരുണയും മഹാദയയും ദീർഘക്ഷമയുമുള്ള ദൈവം എല്ലാവരെയും സ്നേഹിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നവനാണ്. പിതാവിൻ്റെ കരുതലും മാതാവിൻ്റെ സ്നേഹവും ക്ഷമയും ദൈവത്തിൽ നാം കാണുന്നുണ്ട്. വാക്കിലോ പ്രവൃത്തിയിലോ കാഴ്ചപ്പാടുകളിലോ തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്. പശ്ചാത്താപത്തിലൂടെ പാപത്തിൽ നിന്നുള്ള വിടുതലും പരിഹാരവും ലഭിക്കുന്നു. 3-ാമത്തെ അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിനവയിലെ വലിയവരും ചെറിയവരും രാജ്യം മുഴുവനും രട്ടുടുത്ത് ഉപവസിച്ച് അനുതപിച്ചു എന്ന് നാം കാണുന്നുണ്ട്.
ദൈവം അവരുടെ പ്രവൃത്തി കണ്ട് നിനവേക്കാരോട് ക്ഷമിച്ചു. അവർ വീണ്ടെടുപ്പിൻ്റെ ആഘോഷത്തെ രുചിച്ചറിഞ്ഞു. എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 6 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശമായി ഈ ലോകത്തിൽ സകല ജാതികൾക്കും പ്രകാശിതരായി തീരുവാൻ ദൈവം നമ്മെ ഈ ലോകത്തിൽ നിലനിർത്തിയിരിക്കുന്നു. നാം യോനയെപ്പോലെ ദൈവിക കൽപ്പനകളിൽ നിരുത്തരവാദിത്വമുള്ളവരായിട്ടാണോ ഈ ലോകത്തിൽ ജീവിക്കുന്നത്? ദൈവഹിതം മനസ്സിലാക്കി ദൈവാനുരൂപരായി ജീവിക്കുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ ആഘോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരും. സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥനായ ദൈവിക ആംശം ഉള്ളവരായി സഹചര്യെ സ്നേഹിക്കുവാനും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥനായ ദൈവത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ.